കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രവും കേരളവും സുപ്രീം കോടതിയിൽ. നാളെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിന്റെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്ന് ഉറപ്പുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സമവായ ചർച്ചകൾക്കുള്ള സാധ്യത രാവിലെ ഹർജി പരിഗണിക്കവേ കേരളത്തോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി ആരാഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേരളം മറുപടി നൽകി. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കവേ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. കേരളത്തിന്റെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്ന് ഉറപ്പുണ്ടെന്ന് സുപ്രീം കോടതിയുടെ പ്രതികരണം. പരിമിതമായ സമയമല്ലേ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും മുന്നിൽ ഉള്ളുവെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന ധനമന്ത്രാലയങ്ങളുടെ ചർച്ചയുടെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കാൻ അഭിഭാഷകർക്ക് നിർദ്ദേശം. ചർച്ചയുടെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിക്കണം. തുടർന്ന് കേരളത്തിനും കേന്ദ്രത്തിനും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകും. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് സഹകരണ ഫെഡറലിസം എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശം. തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ. ഹർജി പരിഗണിച്ചതിന് ശേഷം അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്കുള്ള കേരളത്തിന്റെ പ്രതിനിധികൾ നാളെ തന്നെ എത്താൻ തയ്യാറാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനെ അറിയിച്ചു. കേരളത്തെ പ്രതിനിധീകരിക്കുന്നവരുടെ പട്ടിക അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറലിന് കൈമാറി. കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറലിന് മറുപടി നൽകി. സമയക്രമം സംബന്ധിച്ച് അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ അറിയിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.